നമ്മളത് ചെയ്യാൻ പോണത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1/2 kg വാനില സ്പഞ്ചിന്റെ കട്ടിങ്ങും ഐസിങ്ങും ആണ് കേട്ടോ. അപ്പൊ ആ സ്പഞ്ച് ഇവിടെ ഉണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാണ്. ഇതാണ് ബ്രെഡ് നൈഫ്. നമ്മൾ ലെങ്ത് ആയിട്ടുള്ള ഒരു കത്തിയാണ്. ഇതിന് ഫ്രണ്ട് ഇങ്ങനെ പല്ല് പോലെ വരുന്നതാണ്. ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കൈ ആദ്യം മേലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു സൈഡിൽ കത്തി ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ റൗണ്ട് ചെയ്ത പോർഷൻ എത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. രണ്ടിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തതും ഇതുപോലെ ഒന്ന് കത്തി ഇറക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ എത്തിയാൽ ഇതുപോലെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഇനി ഒന്നും കൂടെ 4 ലെയർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തന്നെ ചെയ്യാം. അപ്പൊ 4 ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരേപോലുള്ള 4 ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ക്രീം ബീറ്റിംഗ് ആണ്. അപ്പം ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. വെള്ളത്തിന്റെ അംശം ഉണ്ടാകരുത്. ബീറ്ററിന്റെ ബ്ലേഡും ഡ്രൈ ആയിരിക്കണം. അടുത്തത് വിപ്പിംഗ് ക്രീമിന്റെ ബോക്സ് നല്ലോണം തുടച്ച് നല്ല ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാ എടുക്കുക കേട്ടോ. ക്രീം 1/2 kg ചെയ്യുമ്പോൾ 1 കപ്പ് എടുക്കുക. തന്നിട്ടുണ്ട്, അളവുകൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ, ഒരു ബബിൾസ് വരാന്. ആയിട്ടുണ്ട്. പിന്നെ ക്രീമുകൾ ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നോർമൽ ഷുഗറുള്ള ഫിയോണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നോർമൽ ഷുഗർ ഉണ്ടാവുള്ളൂ. അല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ പഞ്ചസാര ആഡ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം കട്ടിയായിട്ട് ഒരു ലെയർ പോലെ വരുന്നുണ്ട്. ഈ ടൈമിൽ സ്പീഡ് സെക്കൻഡിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ക്രീം നല്ല ബീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം ഇതുപോലെ ഇങ്ങനെ കമത്തി നോക്കുക. ഇങ്ങനെ കമത്തിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ക്രീം മുതിർന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി അതിനു മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒഴുകി വരുന്നുണ്ടെങ്കിൽ 3rd സ്പീഡിൽ ബീറ്റ് ചെയ്തോളി. എനിക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ആയാലും പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ലൂസായി പോകും.